ഫിസിയോളജി. നമ്മളിന്ന് പഠിക്കുന്നത് കിഡ്നീൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റത്തെ ഫങ്ഷനാണ് എ റോൾ ഇൻ ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് ലിവിങ് സിസ്റ്റത്തിലുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കണ്ടീഷനൊക്കെ സ്റ്റഡി സ്റ്റേറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഹോമിയോസ്റ്റാസിസ് എന്ന വേർഡിൻ്റെ മീനിങ് സ്റ്റഡി ഓർ സെയിം എന്നൊക്കെയാണ് മീൻ ചെയ്യുന്നത്. ഗ്രീക്ക് വേർഡാണ്. അപ്പോൾ ഗ്രീക്ക് വേർഡിൻ്റെ മീൻ ചെയ്യുന്നത് സ്റ്റഡി അല്ലെങ്കിൽ സെയിം എന്നൊക്കെയാണ്. ഓക്കെ, ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് കിഡ്നി ഈസ് ഹോമിയോസ്റ്റാസിസ്. കിഡ്നീൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് ഹോമിയോസ്റ്റാസിസ്. നമ്മുടെ ബോഡിയിലുള്ള കണ്ടീഷൻസൊക്കെ ഒരേപോലെ തന്നെ സ്റ്റഡി സ്റ്റേറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് കിഡ്നീൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ. ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് യൂറിൻ. ഇത് സാധ്യമാകുന്നത് എങ്ങനെയാണ്? യൂറിൻ ഫോർമേഷൻ വഴിയാണ് ഇത് സാധ്യമാക്കുന്നത്. ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് യൂറിൻ ഫോം ചെയ്യുന്ന സമയത്ത് കിഡ്നീസ് റെഗുലേറ്റ് വേരിയസ് ആക്ടിവിറ്റീസ് ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിലുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളെയും വൃക്ക നിയന്ത്രിക്കുന്നുണ്ട്, റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. വിച്ച് ആർ കൺസേൺ വിത്ത് ഹോമിയോസ്റ്റാസിസ് സച്ച് ആസ്. അപ്പോൾ ഈ ഹോമിയോസ്റ്റാസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് എക്സ്ക്രീഷൻ ഓഫ് വേസ്റ്റ് പ്രൊഡക്ട്സ്. നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിക് പ്രവർത്തനത്തിനൊക്കെ ഫലമായിട്ട് ഒരുപാട് വേസ്റ്റ് പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എക്സ്ക്രീറ്റ് ചെയ്യുക, ഒഴിവാക്കി കളയുന്നത് ആരാണ്? കിഡ്നിയാണ്. വേസ്റ്റ് പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്? യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ, ബിലിറൂബിൻ, ടോക്സിൻസ്, ഹെവി മെറ്റൽസ് തുടങ്ങിയൊക്കെയാണ് വേസ്റ്റ് മെറ്റീരിയൽസ്. അപ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കിഡ്നിയിൽ കുറേ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടന്നിട്ട് അതിൻ്റെ എൻഡ് പ്രൊഡക്ട്സ് ആയിട്ടാണ് ഈ കോമ്പൗണ്ട്സ് ഒക്കെ ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ യൂറിയ ആണെന്നുണ്ടെങ്കിൽ അമിനോ ആസിഡ് മെറ്റാബോളിസത്തിൻ്റെ എൻഡ് പ്രൊഡക്റ്റാണ് യൂറിയ. യൂറിക് ആസിഡ് ന്യൂക്ലിക് ആസിഡ് മെറ്റാബോളിസത്തിൻ്റെ എൻഡ് പ്രൊഡക്റ്റ്. പിന്നെ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞത് മസിൽസിൽ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് ക്രിയാറ്റിനിന്. പിന്നെ ബിലിറൂബിൻ അറിയാമല്ലോ, ഹീമോഗ്ലോബിൻ ഡീഗ്രഡേഷൻ നടന്നിട്ടുണ്ടായതാണ് ബിലിറൂബിൻ. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ ബോഡിക്ക് ടോക്സിൻസോ അല്ലെങ്കിൽ ഹെവി മെറ്റൽസ് ഒക്കെ എൻട്രി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ റിമൂവ് ചെയ്യുന്നതും യൂറിൻ വഴിയാണ്. നമ്മുടെ കിഡ്നിക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് റിലേറ്റീവ്ലി ഒരുപാട് ലാർജ് എമൗണ്ട് കിഡ്നിയിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം പറയുന്നത് 1200 ml ആണ് കിഡ്നിയിലൂടെ ബ്ലഡ് പാസ് ചെയ്യുന്നത്. ഓരോ മിനിറ്റിലും 1200 ml ബ്ലഡാണ് കിഡ്നിയിലൂടെ പാസ് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ 120 to 125 ml വരെ ഒരു മിനിറ്റിൽ കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. 120 to 125 ml ആണ് കിഡ്നി ഒരു മിനിറ്റിൽ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റേറ്റിന് നമുക്ക് ഗ്ലോമെറുലർ ഫിൽട്രേഷൻ റേറ്റ് GFR എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത കോമ്പൗണ്ട്സിനൊക്കെ ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് യൂറിൻ വഴി പുറത്തേറ്റ് കളയും, എക്സ്ക്രീറ്റ് ചെയ്ത് കളയും. ഒരു 1.5 ലിറ്ററൊക്കെയാണ് യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്ത് പോവാറ്. ഇങ്ങനെ ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കോമ്പൗണ്ട്സ്, നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതലുള്ള സംഗതികൾ മാത്രമാണ്, കോമ്പൗണ്ട്സിനെ മാത്രമാണ് യൂറിൻ വഴി ഫിൽട്ടർ ചെയ്ത് കളയാറ്. ബാക്കിയുള്ള പോർഷൻസിനൊക്കെ കോമ്പൗണ്ട്സിനൊക്കെ വീണ്ടും റീഅബ്സോർബ് ചെയ്തിട്ട് ബ്ലഡിലേക്ക് തന്നെ കൊടുക്കുന്നുണ്ട്, തിരിച്ചയക്കുന്നുണ്ട്. അപ്പോൾ 99% ഈ ഗ്ലോമെറുലർ ഫിൽട്രേറ്റും കിഡ്നി തന്നെ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു പോർഷൻ മാത്രമാണ് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത്. അടുത്തതാണ് മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ബാലൻസ്. നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റാണ് വാട്ടർ എന്ന് പറയുന്നത്. ഒരു അഡൾട്ട് ഹ്യൂമൻസിൽ 60% വാട്ടർ ആയിരിക്കും. അപ്പോൾ മെൻസിൻ്റെ കേസിലും വുമൻസിൻ്റെ കേസിലും വാട്ടറിൻ്റെ പെർസെൻറ്റേജ് ഡിഫറൻസ് ഉണ്ട്. ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള വാട്ടർ കണ്ടൻറ്റ് പറയുന്നത് 55 തൊട്ട് 70% വരെയാണ്. ഒരു സ്ത്രീയിലാണെന്നുണ്ടെങ്കിൽ 45 തൊട്ട് 60% വരെയാണ്. അതേപോലെ തന്നെ ഒരു വുമൺസിലും തടിയുള്ള ഇൻഡിവിജ്വൽസിലൊക്കെ വാട്ടറിൻ്റെ എമൗണ്ട് കുറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിൽ ഫാറ്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ്. ഹയർ കോൺസെൻട്രേഷനിൽ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരിൽ വാട്ടറിൻ്റെ കോമ്പൗണ്ട്സ് കുറയാനുള്ള കാരണം. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എക്സ്ട്രാ സെല്ലുലാർ ഉണ്ടാവും, അതേപോലെ തന്നെ ഇൻട്രാ സെല്ലുലാർ ആയിട്ടും വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇൻട്രാ സെല്ലുലാർ പറഞ്ഞത് സെല്ലിൻ്റെ
സെല്ലിൻ്റെ അകത്ത് വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാർ എന്ന് പറയുമ്പോൾ നമ്മുടെ സെല്ലിന് പുറത്തും വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ സെല്ലുലാർ പറയുമ്പോൾ ഏതൊക്കെ വരുന്നുണ്ടാവും? എക്സ്ട്രാ സെല്ലുലാറിൽ ഏതൊക്കെയാണ് വരുന്നത്? പ്ലാസ്മ, അതേപോലെ തന്നെ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്സ്, അതൊക്കെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ വരുന്നതാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ ബോഡിയിൽ വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത് ഒന്നെങ്കിൽ യൂറിൻ വഴി പോകുന്നുണ്ട്, പിന്നെ സ്കിന്ന് വഴി സ്വെറ്റ് ചെയ്തിട്ട് വിയർത്തിട്ട് വാട്ടറിൻ്റെ എമൗണ്ട് കുറയുന്നുണ്ട്, പിന്നെ ഫീക്കസ് വഴിയും വാട്ടർ റിമൂവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിന്ന് വാട്ടർ ലോസ് ആവുന്നതിന് വേണ്ടി, വാട്ടർ പുറത്തേക്ക് പോകുന്നതിനുള്ള മേജർ റൂട്ട് എന്ന് പറയുന്നത് യൂറിൻ തന്നെയാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വലിൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന യൂറിൻ എന്ന് പറയുന്നത് 1 to 2 ലിറ്ററാണ് പെർ ഡേ. ഒരു ദിവസം 1 to 2 ലിറ്റർ വരെ ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് യൂറിൻ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ യൂറിൻ പുറത്തേക്ക് പോകുന്നത് വഴി അതിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസും എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെയാണ് മെയിൻ്റനൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൽ കാണുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസ്, അയോൺസ് ആണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസിലുള്ള അയോൺസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ സോഡിയം, പൊട്ടാസ്യം, ഇതൊക്കെയാണ് ഇലക്ട്രോലൈറ്റ്സിൽ വരുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിലെ ഓസ്മോട്ടിക് ഇക്വിലിബ്രിയം അതേപോലെ തന്നെ വാട്ടർ ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റ്സ് ആയിരിക്കും. നമ്മുടെ പ്ലാസ്മേൻ്റെ മൊളാരിറ്റിയും അതേപോലെ തന്നെ സോഡിയം തമ്മിലൊരു റിലേഷൻ ഉണ്ട്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഫ്ലൂയിഡ് മീഡിയത്തിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ മെഷർമെൻറ്റ്സിനെയാണ് നമ്മൾ ഓസ്മൊളാലിറ്റി എന്ന് പറയുന്നത്. ബോഡി ഫ്ലൂയിഡ്സിൽ ഇതുപോലെ ഒരുപാട് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ അളവിനെയാണ് ഓസ്മൊളാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഫ്ലൂയിഡ് മീഡിയത്തിൽ ബോഡി ഫ്ലൂയിഡ്സിലൊക്കെ ഒരുപാട് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ട്. ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ അളവിനെയാണ് ഓസ്മൊളാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ പ്ലാസ്മയുടെ ഓസ്മൊളാലിറ്റി എന്ന് പറയുന്നത് 285 to 295 ആണ്. അതായത് 285 മുതൽ 295 മില്ലി ഓസ്മോൾസ് ആണ്. മില്ലി ഓസ്മോൾസ് പെർ kg എന്നാണ് പറയുക, യൂണിറ്റ്. അപ്പോൾ അത്രയാണ് പ്ലാസ്മേൻ്റെ ഓസ്മൊളാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓസ്മൊളാലിറ്റിയും സോഡിയം തമ്മിൽ വളരെ ഒരു അസോസിയേഷൻ ഉണ്ട്. അതായത് സോഡിയം അതേപോലെ സോഡിയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആനയോൺസുമാണ് പ്ലാസ്മയിലുള്ള ഓസ്മൊളാലിറ്റിക്ക് കാരണമാകുന്നത്. 90% പ്ലാസ്മയുടെ ഓസ്മൊളാലിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സോഡിയം അതേപോലെ തന്നെ സോഡിയമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആനയോൺസുമാണ്. ഇനിയിപ്പോൾ ഓസ്മൊളാലിറ്റി കുറയുകയാണെന്നുണ്ടെങ്കിൽ, ഓസ്മൊളാലിറ്റി ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിഡ്നി എന്ത് ചെയ്യും? സോഡിയത്തിനെ റീറ്റെയിൻ ചെയ്യും, സോഡിയത്തിനെ അവിടെ എന്ത് ചെയ്യും? നിലനിർത്തും. അപ്പോൾ ഓസ്മൊളാലിറ്റി കുറയുകയാണെന്നുണ്ടെങ്കിൽ സോഡിയത്തിനെ കിഡ്നി റീറ്റെയിൻ ചെയ്യും, അവിടെ നിലനിർത്തും. അതേപോലെ തന്നെ ഓസ്മൊളാലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സോഡിയത്തിനെ എലിമിനേറ്റ് ചെയ്ത് കളയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് കിഡ്നി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നാലാമത്തെയാണ് മെയിൻ്റനൻസ് ഓഫ് ആസിഡ് ബേസ് ബാലൻസ്. ഇപ്പോൾ നമുക്കൊരു ആരോഗ്യപരമായ ജീവിതത്തിനായിട്ട് ബ്ലഡിലെയും അതേപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ ഒക്കെ pH ഒരു പരിധിക്കുള്ളിൽ നിലനിർത്തണം. നമ്മുടെ വൃക്കയുടെ പ്രവർത്തനത്തിലൂടെയാണ് ഇതൊക്കെ നേരിടുന്നത്. അപ്പോൾ നമ്മുടെ കിഡ്നിയിൽ ഒരുപാട് മെറ്റബോളിക് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നതിന് ഫലമായിട്ട് ആസിഡുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആസിഡ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താവും? അത് നേരെ ബ്ലഡിലേക്ക് ചെല്ലും, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിലേക്ക് ചെല്ലും. അവിടുത്തെ pHന് ചേഞ്ച് വരും, pH കുറയാനുള്ള ചാൻസ് ഉണ്ട്, ആസിഡ് pH ആയിട്ട് മാറാനുള്ളൊരു ചാൻസസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് തടയുന്നതിന് വേണ്ടിയിട്ട് വൃക്കയും അതേപോലെ തന്നെ ലങ്സ്, ബ്ലഡ് ബഫേഴ്സ്, ഇതൊക്കെയാണ് ഇത് തടയുന്നത്. ഈ ആസിഡോസിസ് ഇല്ലാതാക്കുന്നത് വൃക്കയും ലങ്സും അതേപോലെ തന്നെ ബ്ലഡ് ബഫേഴ്സും ഒക്കെയാണ്.
ഇപ്പോൾ ഇങ്ങനെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ നടന്നിട്ട് ഉണ്ടാകുന്ന ഒരു ആസിഡാണ് സൾഫ്യൂരിക് ആസിഡും അതുപോലെ ഫോസ്ഫോറിക് ആസിഡൊക്കെ ചെറിയ എമൗണ്ടിൽ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ നടന്നിട്ട്. അപ്പോൾ ഈ സൾഫ്യൂരിക് ആസിഡും അതേപോലെ ഫോസ്ഫോറിക് ആസിഡ്സിനൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് വൃക്കകൾക്ക് മാത്രമാണ് പറ്റുന്നത്. അടുത്ത ഫംഗ്ഷനാണ് ഹീമോപോയറ്റിക് ഫംഗ്ഷൻ. കിഡ്നി സ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് എറിത്രോസൈറ്റ് ബൈ സെഗ്രീറ്റിംഗ് എറിത്രോപോയറ്റിൻ. എറിത്രോപോയറ്റിൻ എന്ന് പറയുന്നത് കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോണ് എറിത്രോസൈറ്റ്സിൻ്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. എറിത്രോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ RBC. ഇപ്പോൾ RBCൻ്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഉത്തേജിപ്പിക്കുന്നുണ്ട്. എറിത്രോപോയറ്റിൻ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ ഫോർ എറിത്രോപോയസിസ്. എറിത്രോപോയറ്റിൻ എന്ന് പറയുന്നത് എറിത്രോപോയസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് എറിത്രോപോയറ്റിൻ എന്ന് പറയുന്നത്. എറിത്രോപോയസിസ് എന്താണ്? RBC പ്രൊഡ്യൂസ് ചെയ്യുന്ന RBC പ്രൊഡക്ഷൻ പ്രോസസ്സിനെയാണ് എറിത്രോപോയസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ സ്റ്റിമുലേറ്റിംഗ് ഫാക്ടറാണ് ആര്? എറിത്രോപോയറ്റിൻ എന്ന ഹോർമോൺ. ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കിഡ്നിയാണ്. അത് മാത്രമല്ല, കിഡ്നി ആൾസോ സെഗ്രീറ്റ് അനദർ ഫാക്ടർ കോൾ ത്രോംബോപോയറ്റിൻ. എറിത്രോപോയറ്റിൻ മാത്രമല്ല, ത്രോംബോപോയറ്റിൻ എന്ന് പറഞ്ഞ ഹോർമോണും കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ത്രോംബോപോയറ്റിൻ എന്തിനെ സഹായിക്കുന്നത്? വിച്ച് സ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ത്രോംബോസൈറ്റ്. ത്രോംബോപോയറ്റിൻ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ പ്രൊഡക്ഷനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അടുത്ത ഫംഗ്ഷനാണ് എൻഡോക്രൈൻ ഫംഗ്ഷൻ. കിഡ്നി സെഗ്രീറ്റ് മെനി ഹോർമോണൽ സബ്സ്റ്റൻസസ്. കിഡ്നി ഒരുപാട് ഹോർമോണൽ സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 ഹോർമോണൽ സബ്സ്റ്റൻസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? എറിത്രോപോയറ്റിനും ത്രോംബോപോയറ്റിനും. ഇനി മൂന്നാമത്തെയാണ് റെനിൻ. ഇറ്റ് ലീഡ്സ് ടു ദ ആക്ടിവേഷൻ ഓഫ് ഹോർമോൺ ആൻജിയോടെൻസിൻ 2. ആൻജിയോടെൻസിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ റെനിൻ എന്ത് ചെയ്യുന്നുണ്ട്? ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇത് ഹോർമോൺ ഫംഗ്ഷൻ ടു ഇൻക്രീസ് BP. ഈ ഹോർമോൺ എന്ത് ചെയ്യും? ആൻജിയോടെൻസിൻ 2 പറഞ്ഞ ഹോർമോൺ BP ഇൻക്രീസ് ചെയ്യും. എന്തിനാണ് BP ഇൻക്രീസ് ചെയ്യുന്നത്? അതായത് ഇപ്പോൾ നമ്മളൊരു ആക്സിഡൻറ്റ് നടക്കുകയാണ്. ഒരു ആക്സിഡൻറ്റ് ഒരു ആൾക്ക് നടന്നു, അയാളുടെ ബ്ലഡ് ഒരുപാട് പോയി. ബ്ലഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടാവും? BP ഡൗൺ ആവും. ഇങ്ങനെ BP ഡൗൺ ആവും. ഒരാളുടെ ശരീരത്തിൽ ബ്ലഡ് കുറവാണെന്നുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിൽ എന്തുണ്ടാവും? അയാളുടെ BP ഡൗൺ ആവും. ഇങ്ങനെ ഡൗൺ ആവുന്ന സമയത്ത് കിഡ്നി റെനിൻ എന്ന എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. റെനിൻ എൻസൈമാണ്. റെനിൻ എന്ന എൻസൈമിനെ സെഗ്രീറ്റ് ചെയ്യും. ഈ റെനിൻ എന്ന എൻസൈം ആൻജിയോടെൻസിൻ 2 എന്ന് പറഞ്ഞ ഹോർമോണിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. ആൻജിയോടെൻസിൻ 2 എന്ന ഹോർമോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്? BP ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ BP നമ്മുടെ നോർമൽ ലെവലിലേക്ക് എത്തിക്കും. അടുത്തത് 1,25 ഡൈഹൈഡ്രോക്സി കോളികാൽസിഫെറോൾ ഓർ കാൽസിട്രയോൾ. ഈ ഒരു കോമ്പൗണ്ട് നമ്മുടെ ശരീരത്തിൽ 3 തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഇൻറ്റസ്റ്റൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കിഡ്നിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ബോണിലും വർക്ക് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കാൽഷ്യത്തിൻ്റെയും അതേപോലെ തന്നെ ഫോസ്ഫേറ്റിൻ്റെ ഒക്കെ ലെവൽ റെഗുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻറ്റസ്റ്റൈനിലാണെന്നുണ്ടെങ്കിൽ കാൽസിട്രയോൾ എന്ത് ചെയ്യുക വെച്ചാൽ കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. ഇൻറ്റസ്റ്റൈനിലാണെന്നുണ്ടെങ്കിൽ കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. ഈ ബോൺസിലാണെന്നുണ്ടെങ്കിൽ ബോൺസിലെ ഈ കോമ്പൗണ്ട് കാൽഷ്യത്തിൻ്റെ അപ്ടേക്ക് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ട്? കാൽഷ്യം ഫോസ്ഫേറ്റ് ഡെപ്പോസിഷന് വേണ്ടിയിട്ട്. ബോൺസിനൊക്കെ സ്ട്രെങ്ത്ത് കൊടുക്കുന്നത് കാൽഷ്യം ഫോസ്ഫേറ്റൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാൽഷ്യത്തിൻ്റെ അപ്ടേക്ക് ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ ബോൺ ഫോർമേഷനും കാൽസിട്രയോൾ അത്യാവശ്യമാണ്. ഇനി കിഡ്നിയിലാണെന്നുണ്ടെങ്കിൽ കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും എക്സ്ക്രീഷൻ ഡിക്രീസ് ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ റീഅബ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. അടുത്തത് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയുന്നത് ഒരു ലോക്കൽ ഹോർമോണാണ്. ലോക്കൽ ഹോർമോൺ എന്ന് വെച്ചാൽ അത് റിലീസ് ചെയ്യുന്നത് ഇനാക്റ്റീവ് ഫോമിലായിരിക്കും. പിന്നെ അത് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കണ്ടീഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്സ്റ്റൻസോ ആണ് ആ ഒരു ഹോർമോൺസിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത്.
പിന്നെ ഇത് സിന്തസൈസ് ചെയ്യുന്നത് ആരായിരുന്നു? റീനൽ ടിഷ്യൂസും അതേപോലെ തന്നെ മറ്റു ടിഷ്യൂസൊക്കെ അത് സിന്തസൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ, പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. അപ്പോൾ ഇതിൽ പറയുന്നത് റീനൽ ടിഷ്യൂസ് സിന്തസൈസ് ചെയ്യുന്നു എന്നാണ്. ദെൻ ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഡിക്രീസ് ദ ബ്ലഡ് പ്രഷർ ബൈ സിസ്റ്റമിക് വാസോഡയലറ്റേഷൻ. വാസോഡയലറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് വഴി ബ്ലഡ് പ്രഷർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ? ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു എരിവുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും, നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്തൊക്കെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടില്ല, അപ്പോൾ ബ്ലഡ് പ്രഷറും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ സമയത്ത് ബ്ലഡിൻ്റെ ഫ്ലോ ഒന്നും കൂടി ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ബ്ലഡ് വെസൽസിൻ്റെ വിഡ്ത്ത് ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിനെയാണ് വാസോ ഡയലറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് വഴി എന്താവും? പ്രഷർ ഡിക്രീസ് ചെയ്യും. ബ്ലഡ് നല്ല രീതിയിൽ ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബ്ലഡ് പ്രഷർ ഡിക്രീസ് ചെയ്യും. പിന്നെ അടുത്താണ് ഡൈയൂറസിസ്. ഡൈയൂറസിസ് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഡൈയൂറസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ബോഡി ഫ്ലൂയിഡ്സിനെ ആവശ്യത്തിൽ കൂടുതൽ ഫിൽറ്റർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരുപാട് യൂറിൻ ഫോം ചെയ്യും. യൂറിൻ പ്രൊഡക്ഷൻ ഇവിടെ കൂടുതലായിരിക്കും. ഡൈയൂറസിസ് എന്ന് പറഞ്ഞാൽ യൂറിൻ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. ഇതിനടുത്ത് വരുന്നത് നാട്രിയൂറസിസ്. നാട്രിയൂറസിസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സോഡിയം, യൂറിൻ വഴി ഒരുപാട് സോഡിയം എക്സ്ക്രീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ അതിനൊക്കെ കാരണമാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ്. ഇനി നാലാമത്തെ ഫംഗ്ഷനാണ് റെഗുലേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ. കിഡ്നി പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ലോങ് ടേം റെഗുലേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ബ്ലഡ് പ്രഷർ ബൈ ടു വേ. രണ്ട് തരത്തിലാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നത് കിഡ്നി. എങ്ങനെയാണ്? ബൈ റെഗുലേറ്റിംഗ് ദ വോളിയം ഓഫ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിൻ്റെ വോളിയം റെഗുലേറ്റ് ചെയ്തിട്ട്. എക്സ്ട്രാ സെല്ലുലാർ പറയുമ്പോൾ അടുത്തുള്ള ഫ്ലൂയിഡ്സിലാണ് സെല്ലിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ്സ് നമ്മൾ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയും. സെല്ലിന് പുറത്തുള്ള ഫ്ലൂയിഡ്സിനെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ് എന്ന് പറയും. അപ്പോൾ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിൻ്റെ വോളിയത്തെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടും ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ത്രൂ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം. റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം നമ്മൾ മുന്നേ പറഞ്ഞു അല്ലേ? എന്തായിരുന്നു? അതായത് നമ്മുടെ ബോഡിയിൽ ബ്ലഡിൻ്റെ വോളിയം കുറയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബി പി റെഡ്യൂസ് ചെയ്യും. അപ്പം അങ്ങനെ ബി പി റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കിഡ്നി റെനിൻ പ്രൊഡ്യൂസ് ചെയ്യും, സെക്രീറ്റ് ചെയ്യും. ഈ റെനിൻ ആൻജിയോടെൻസിൻ 2 പറഞ്ഞ ഹോർമോൺസിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയും ആൻജിയോടെൻസിൻ 2 ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെ നമുക്ക് ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാം. അഞ്ചാമത്തെ ഫംഗ്ഷനാണ് റെഗുലേഷൻ ഓഫ് ബ്ലഡ് കാൽഷ്യം ലെവൽ. ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാൽസിട്രയോളാണ് കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാൽസിട്രയോളിൻ്റെ മറ്റൊരു പേര് എന്തായിരുന്നു? 1,25 ഡൈഹൈഡ്രോക്സി കോളി കാൽസിഫെറോൾ. ഇറ്റ് ഈസ് എ ബയോളജിക്കലി ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഡി. കാൽസിട്രയോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിൻ്റെ ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഫോമാണ്. ഇറ്റ് റെഗുലേറ്റ് ദ പ്ലാസ്മ ലെവൽ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ്. ഇത് പ്ലാസ്മയിലുള്ള കാൽഷ്യത്തിൻ്റെയും അതേപോലെ തന്നെ ഫോസ്ഫേറ്റിൻ്റെയും ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ആര്? കാൽസിട്രയോൾ. കാൽസിട്രയോൾ ഇൻക്രീസ് ദ ഇൻറ്റസ്റ്റൈനൽ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ്. അതേപോലെ തന്നെ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും അബ്സോർപ്ഷനും ഇത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാൽസിട്രയോൾ സ്റ്റിമുലേറ്റ് കാൽഷ്യം അപ്ടേക്ക് ഫോർ ഡെപ്പോസിഷൻ ആസ് കാൽഷ്യം ഫോസ്ഫേറ്റ്. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ബോൺ ഫോർമേഷൻ. ബോൺസൊക്കെ നല്ല സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? കാൽഷ്യം ഫോസ്ഫേറ്റൊക്കെ വേണം. അപ്പോൾ അതിൻ്റെയൊക്കെ ബോൺസിലുള്ളതിൻ്റെയൊക്കെ ഡെപ്പോസിഷന് വേണ്ടിയിട്ട് കാൽഷ്യത്തിൻ്റെ അപ്ടേക്കും കാൽസിട്രയോൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻസ്. മെയിനായിട്ട് 5 ഫങ്ഷൻസാണ് വരുന്നത്. ഫസ്റ്റ് ഫങ്ഷൻ എന്തായിരുന്നു? റോൾ ഇൻ ഹോമിയോസ്റ്റാസിസ്. സെക്കൻഡ് വൺ ഹോമിയോപോയറ്റിക് ഫങ്ഷൻ. തേർഡ് വൺ എൻഡോക്രൈൻ ഫങ്ഷൻ. ഫോർത്ത് റെഗുലേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ. ഫിഫ്ത്ത് റെഗുലേഷൻ ഓഫ് ബ്ലഡ് കാൽഷ്യം ലെവൽ.